ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഈ ആഴ്ച ഡിസംബർ മാസം 12, 13 ദിവസങ്ങളിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്ന് പറയുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള അപ്ഡേറ്റുകളും OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളും നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഡാൻസിങ് വില്ലേജ് ദ കേഴ്സ് ബിഗിൻസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്തോനേഷ്യൻ ഭാഷയിൽ അതുപോലെ തന്നെ ഹിന്ദി ഭാഷയിലായിട്ട് ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ചിയാൻ വിക്രം പ്രധാന വേഷം കൈകാര്യം തങ്കല എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയുടെ മലയാളം എന്ന് വരുന്നുള്ള പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു. ഈ സിനിമ ഇതിനു മുമ്പ് ആസ്ട്രോയിൽ പിന്നെ റിലീസ് ചെയ്തിരുന്നു. തമിഴ് മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഈ ഒരു അഡ്വഞ്ചർ ഡ്രാമ ആക്ഷൻ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമ ആമസോൺ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഫാൻറ്റസി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ക്രൗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മാർവലിൻ്റെ മൂവിയാണ് വെനം ദ ലാസ്റ്റ് ഡാൻസ് എന്ന സിനിമ. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. ഇന്ത്യക്ക് പുറത്താണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഇന്നലെ സർപ്രൈസ് റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയായിരുന്നു കനകരാജ് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് സർപ്രൈസ് റിലീസ് ചെയ്തിട്ടുള്ളത്. വൈകാതെ തന്നെ ഈ ആഴ്ച മനോരമ മാക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടിരുന്നു എവിടെ എന്താ പറയുക സർപ്രൈസ് റിലീസ് എവിടെയെന്നുള്ളത്. കനകരാജാണ് സർപ്രൈസ് റിലീസ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് കനകരാജാണ് സർപ്രൈസ് റിലീസ് എന്നുള്ളത്. അടുത്തൊരു ആക്ഷൻ കോമഡി ഫാൻറ്റസി വിഭാഗത്തിൽപ്പെട്ട ഒരു ഇംഗ്ലീഷ് മൂവിയാണ് റെഡ് വൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഡിസംബർ മാസം 12-ാം തീയതി തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തെലുങ്ക് റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് റൊട്ടി കപ്പട റൊമാൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴി ഡിസംബർ മാസം 12-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് സിംഗം എഗെയിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ അക്ഷയ് കുമാർ, അജയ് ദേവ്ഗണൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഡിസംബർ മാസം 12-ാം തീയതി സർപ്രൈസ് ആയി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ഡിസംബർ 12-ാം തീയതി സർപ്രൈസ് ആയി റിലീസ് ചെയ്യും എന്നുള്ളതാണ്. അടുത്തത് മലയാളത്തിലുള്ള സിനിമയാണ് ബോഗൺവില്ല എന്ന് പറഞ്ഞ സിനിമ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് സോണി ലീവിൽ ഡിസംബർ മാസം 13-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ പിന്നെ കുഞ്ചാക്കോവൻ, ജ്യോതിർമയി, ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അമൽ നീരദിൻ്റെ സിനിമയാണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ക്യാരി ഓൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഡിസംബർ മാസം 13 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത മനോജ് ബാജ്പേയി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹിന്ദി മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഡെസ്പാച്ച് എന്ന് പറഞ്ഞ സിനിമ. C5 ഡിസംബർ മാസം 13 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഡിസാസ്റ്റർ ഹോളിഡേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഡിസംബർ മാസം 13-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സീരീസാണ് ഹരികഥ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. തെലുങ്ക് സീരീസ് ആണ്. ഈ സീരീസ് ഡിസംബർ ഹോട്ട്സ്റ്റാർ വഴി ഡിസംബർ മാസം 13 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ ഈ ഒരു സീരീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് ബിജു മേനോൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിൽ ഡിസംബർ മാസം 13-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഇംഗ്ലീഷിലുള്ള ഒരു സിനിമയാണ് ഗ്ലാഡിയേറ്റർ 2 എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ ലീക്കാക്കപ്പെട്ടിട്ടുണ്ട്. ക്യൂബ് ഫയലാണ്, അതായത് HD പ്രിന്റ് ലീക്കാക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തത് പ്രഭുദേവ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തമിഴ് മൂവിയാണ് ജോളി ഓം ജിംഖാന എന്നാണ് സിനിമയുടെ പേര്. ജോളി ഓ ജിംഖാന. ഈ ഒരു സിനിമ HD പ്രിന്റ് ലീക്കാകപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇപ്പോൾ ഇന്ന് റിലീസ് ചെയ്തതും ഈ ഒരാഴ്ച ഡിസംബർ മാസം 12, 13 ദിവസങ്ങളിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള ഇപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സിനിമകൾ സീരീസുകളായിട്ടുള്ളത്. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വേറെ അപ്ഡേറ്റുകൾ വരും. അതുകൂടാതെ സർപ്രൈസ് റിലീസുകളും ഈ ഒരാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.